കൊല്ലങ്കോട് പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് മോഷണം. പോലീസ് സ്റ്റേഷന് സമീപത്തെ കെട്ടിടത്തിലാണ് മോഷണം നടന്നത്. കെ ഗോപാലകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ വീടും കടയും വാടക മുറികളുമാണ് മോഷ്ടാക്കൾ ലക്ഷ്യമിട്ടത്. ഗോപാലകൃഷ്ണൻ ഈ മാസം 10-ാം തീയതി മൂത്തമകൾ ലക്ഷ്മിയുടെ പഴയന്നൂരിലെ വീട്ടിലേക്ക് പോയിരുന്നു. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വീട്ടിൽ നിന്ന് ഏകദേശം 2 ലക്ഷം രൂപ വിലമതിക്കുന്ന വെള്ളിപ്പാത്രങ്ങളും 10,000 രൂപയോളം പണവും നഷ്ടമായതായി അദ്ദേഹം അറിയിച്ചു. ഇന്ന് രാവിലെ ഞാൻ നടത്തുന്ന സ്ഥാപനവും വീടുമൊക്കെ കള്ളന്മാർ വന്നിട്ട് വാതിൽ കുത്തിപ്പൊളിച്ച് ഇതാക്കിയിട്ടുണ്ട്. കുറേ വെള്ളിപ്പാത്രങ്ങളും പൈസയും മോഷണം പോയിട്ടുണ്ട്. സുമാർ 2 കിലോ ഉള്ള വിലപിടിപ്പുള്ള വെള്ളിപ്പാത്രങ്ങൾ, ഒരു വീട്ടിൽ ഒരു 10-15,000 ഉറുപ്പികയും. ഞാൻ നടത്തുന്ന കടയിൽ ഒരു സനൽ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ആ സനൽ എന്നുള്ള പയ്യൻ കട തുറക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഈ വീട് മറ്റേ ബാക്കിലത്തെ ഡോറുകളൊക്കെ പൊളിഞ്ഞ് കണ്ടത്. കടയിൽ നോക്കിയപ്പോൾ കടയിൽ ക്യാഷ് ബോക്സിൽ 3,500 ഉറുപ്പികയും അതിന് ചൂടത്ത് ഡ്രാവില് 950 ഉറുപ്പികയും 5,000 ഉറുപ്പിയുടെ പൈസ കടയിൽ മോഷണം പോയിട്ടുണ്ട്. വീട്ടിൽ തൊട്ട് ബാക്കാണ്. പോലീസ് സ്റ്റേഷൻ നോക്കിയാൽ നമ്മുടെ വീടും പരിസരവും കാണാം, ബാക്കും. അതെ, അത് പറയാൻ പറ്റില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഡ്യൂട്ടി അവർ നോക്കും. നമ്മുടെ സമയം മോശം ചെയ്യാം. ഇതിനു പുറമെ കെട്ടിടത്തിലുള്ള കടയിൽ നിന്ന് 5,000 രൂപയോളം മോഷണം പോയിട്ടുണ്ട്. അതേസമയം കെട്ടിടത്തിലെ വാടക മുറികളിൽ താമസിക്കുന്ന പണിക്കരുടെ വീട്ടിൽ നിന്നും ഒരു ഡോക്ടറുടെ വീട്ടിൽ നിന്നും പണം നഷ്ടമായതായി കണ്ടെത്തി. ഗോപാലകൃഷ്ണൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നതെന്നും അദ്ദേഹം വീട്ടിലില്ലാതിരുന്ന സമയത്താണ് മോഷണം നടന്നതെന്നും പോലീസ് അറിയിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഊട്ടറ ഭാഗത്ത് നിന്ന് 42 പവൻ സ്വർണം മോഷണം പോയ സംഭവത്തിൽ ഇതുവരെ കാര്യമായ അന്വേഷണ പുരോഗതിയില്ല. അതിനിടെയാണ് വീണ്ടും നഗരമധ്യത്തിൽ മോഷണം നടന്നത്. സംഭവത്തെ തുടർന്ന് കൊല്ലങ്കോട് പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച പോലീസ് സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി കൊല്ലങ്കോട് പോലീസ് അറിയിച്ചു. നഗരമധ്യത്തിലും പോലീസ് സ്റ്റേഷന് സമീപവും മോഷണം നടന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുകയും നഗരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. UTV ന്യൂസ്, പാലക്കാട്.